ഓപ്പണിംഗ് സെറിമണിയാണ്. അതൊക്കെ വെറും 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതിലും നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ പേയ്മെന്റ് ഒക്കെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിലും ഒരു സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ടേ ആ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് എൻ്റർ ചെയ്യുള്ളൂ. സോ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫിൽറ്ററിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരെ അതിലോട്ട് എത്തിക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മെയ് 26 നമ്മൾ ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട് നടത്തിയിട്ട് നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിൽ ഏകദേശം ഇപ്പോൾ 3 ഡിപ്പാർട്ട്മെന്റിനും കൂടി ഒരു 35 ഹോൾ ഓഫ് ഫെയിംസ്, അതായത് മൈൻഡിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 25 ആഗ്രഹങ്ങളൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്തത്, ബിസിനസിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ 1,00,000 രൂപ ഇവിടുത്തെ കോച്ചിങ് യൂസ് ചെയ്തിട്ട് അവർ ചെയ്തത് മിനിമം ആണേ. പിന്നെ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ അവർ 30 മിനിറ്റ് ഗ്യാപ്പ് ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിച്ചതിന്റെ അങ്ങനെയൊക്കെയുള്ള അവാർഡ് കാര്യങ്ങൾ. അതിന്റെ മുകളിൽ നമുക്ക് വരുന്നത് ബിസിനസ്സുകാരാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപ അവര് ബിസിനസ് യൂസ് ചെയ്തിട്ട് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തിട്ട് അവർ നേടിയേക്കുന്നത്. മൈൻഡിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെ അവർ യൂസ് ചെയ്തിട്ട് ഏകദേശം 100ന്റെ മുകളിലെ ആഗ്രഹങ്ങൾ, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നല്ല, കുറച്ച് വലിയ അധികം ആഗ്രഹങ്ങൾ, ലക്ഷക്കണക്കിന് പൈസ മാനിഫെസ്റ്റ് ആയിക്കോട്ടെ, വിൽക്കാതെ കിടന്ന ലാൻഡ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലുള്ള പ്രോബ്ലം ആയിക്കോട്ടെ, ഡിവോഴ്സിലോട്ട് പോയിട്ട് ആയിക്കോട്ടെ, അങ്ങനെ പല പല പ്രോബ്ലംസ്, വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ റിമൂവ് ചെയ്ത് അവരുടെ 100ഓളം ആഗ്രഹങ്ങളും ഏകദേശം 20ഓളം പ്രോബ്ലംസും റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള കോച്ചിങ് കാര്യങ്ങളും അവാർഡൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ കോച്ചിങ്ങിൽ പല പല ലെവൽ ഓഫ് കോച്ചിങ് വരുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങളും കോച്ചിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ സാറിനെ വിളിക്കാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ റെസ്പോൺസ് ആണ് നമുക്ക് വേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാറിനെ വിളിക്കുന്നതാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ഇതിന്റെയൊക്കെ ഇപ്പൊ ഇത്രയും പേരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ വിപിൻ സാർ. അത് അവരുടെ കരിയറിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവരുടെ റിലേഷൻഷിപ്പിന്റെ മൈൻഡ് സെറ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇനി അതും പോട്ടെ അവരുടെ ബിസിനസിന്റെ കാര്യത്തിലായിക്കോട്ടെ. ഇപ്പൊ കൊറോണ ഒക്കെ വന്ന് ഒരുപാട് പേര് സൂയിസൈഡിലോട്ടൊക്കെ പോയി അവിടെ നിന്നൊക്കെ അവരെ പിടിച്ചുയർത്തി ഇപ്പം ഒരു സക്സസ് വുമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സക്സസ് ബിസിനസ് ഓണ്ടർപ്രണർ ആയിക്കോട്ടെ, അവരൊക്കെ അതിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോച്ചിങ് കൊടുക്കുന്ന സാറാണ് ഡോക്ടർ വിപിൻ സാർ. സാറ് തന്നെ ഏകദേശം ലക്ഷക്കണക്കിന്, ലക്ഷം ഒന്നും മാറി ഇപ്പൊ ഏകദേശം 1 കോടിന്റെ കഴിഞ്ഞു സാർ ഇപ്പോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ 2-3 ദിവസത്തേക്ക് ലക്ഷക്കണക്കിനൊക്കെ രൂപ പഠിപ്പിച്ചിട്ടാണ് അല്ലെങ്കിൽ കൊടുത്തിട്ടാണ് സാറ് പല കാര്യങ്ങൾ പഠിക്കുന്നത്. ആ പഠിച്ച കാര്യങ്ങൾ, ഇന്റർനാഷണലിൽ നിന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ലെവലിലോട്ട് നിന്ന്, നമ്മുടെ സാധാരണ ആൾക്കാരാണ്, സോ നമ്മുടെ ലെവലിലോട്ട് വന്ന് നമ്മുടെ ലെവലിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് മാത്രമല്ല സാർ ഒരു ട്രിവാൻഡ്രം നാറ്റീവ് ആണ്. ഏകദേശം 15 വർഷം ഈ ഒരു ഫീൽഡിൽ, മൈൻഡിന്റെ ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷിന്റെ ആണെന്നുണ്ടെങ്കിലും സാറിന് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട്. സാർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, മൈൻഡ് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കിന്റെ ഓതർ കൂടിയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഫ്രീ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജെയുടെ ഫൗണ്ടർ ആയ, അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബിന്റെ ഈ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ ഫൗണ്ടറും കൂടി ആയിട്ടുള്ള ഡോക്ടർ വിപിൻ സാറിനെ നമുക്ക് വെൽക്കം ചെയ്യേണ്ടതുണ്ട്. സോ എല്ലാവരും ഒരു വെൽക്കം മെസ്സേജ് ടൈപ്പ് ചെയ്ത് ഇന്നത്തെ ഈ ഒരു ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിനെ ഇൻവൈറ്റ് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വെൽക്കം സർ. താങ്ക് യു ഫോർ ദ ഇൻട്രൊഡക്ഷൻ. നിങ്ങളുടെ വെൽക്കം മെസ്സേജുകൾ കണ്ട് ഇങ്ങനെ മനസ്സ് നിറയുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ബ്യൂട്ടിഫുൾ വെൽക്കം മെസ്സേജസ്. ഇത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്ന കോട്ടാ കാണിക്കുന്നുണ്ടോ? ഓക്കെ, സരസ്വതി, പ്രജിത്ത്, ശില്പ, ദീപു കൃഷ്ണൻ, പ്രജിത്തിന് വോയിസ് ഇല്ല എന്ന് പറയുന്ന മെസ്സേജ് കൊടുക്കണേ. റിജോയ് സാമുവൽ, ഷംസീറ, അജയൻ, ശ്രീകുമാർ, അനിൽകുമാർ, സുനിൽ, ലില്ലി, പ്രസാദ്, സുദർശനമണി, രാജു, ജോഷി, ചന്ദ്രമതി, ബിപിൻ, സെൽവരാജ്, ഇഷ, ജോർജ് ജോസ്, ഷാജി വർഗീസ്, എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം.
താങ്ക് യു ഫോർ യുവർ വെൽക്കം മെസ്സേജ്. നിങ്ങൾ എത്ര പേർക്ക് ഒരു വിന്നിങ് പേഴ്സണാലിറ്റി നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തിൽ കൊണ്ടുവരികയും അതിലൂടെ ജീവിത വിജയം നേടണം എന്ന ആഗ്രഹമുണ്ട്? യെസ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മീ ടൈപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. ആഗ്രഹമുള്ളവരെല്ലാവരും ടൈപ്പ് ചെയ്യുക. ഓക്കേ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കുകയാണ്. യെസ്. അതുപോലെ യൂട്യൂബിലുള്ള സുഹൃത്തുക്കൾക്ക് ഞാൻ ഹായ് പറയുകയാണ്. ത്രിലോക ഗ്രൂപ്പ് മീഡിയ ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ലൈവ് സ്ട്രീമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുവാണ്. സോ ദിസ് ഈസ് ദ റൈറ്റ് പ്ലേസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വിന്നിങ് എന്ന വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അട്രാക്റ്റീവ് എന്ന് ഞാൻ പറയുന്നില്ല, പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നില്ല, വിന്നിങ്. അട്രാക്റ്റീവ് എന്ന് പറഞ്ഞ് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന പേഴ്സണാലിറ്റിയിൽ നമുക്ക് സഫറിങ് ആണെങ്കിൽ നമുക്കതുകൊണ്ട് വലിയ നേട്ടമില്ല, ഉയർച്ചയില്ല. പക്ഷെ നമ്മളതല്ല ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വിന്നിങ് പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവരും വീഡിയോയിൽ വന്ന് അറ്റൻഡ് ചെയ്താൽ വളരെ നന്നായിരിക്കും. നമുക്ക് 200ഓളം പേരിപ്പം ലൈനിലുണ്ട്. വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് കണ്ടുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫൈനൽ ക്ലാസ്സാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ 4 പോയിൻറ്റ്സ് നേരത്തെ 4-5 പോയിൻറ്റ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേർക്ക് അതൊരു ക്വിക്ക് റിവിഷൻ വേണം? ടൈപ്പ് 6 ചാറ്റ് ബോക്സ്. ഇന്ന് ഈ ക്ലാസ് ഞാൻ ഫിനിഷ് ചെയ്യുവാണ്. 3ാമത്തെ പാർട്ടാണ്. വേണം അല്ലേ? ശരി, അപ്പോൾ ഞാൻ അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് പഴയ പോയിൻറ്റ്സ് കൂടെ പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണാലിറ്റി എന്നാൽ എന്താണ്. സൗന്ദര്യമാണോ പേഴ്സണാലിറ്റി? സൗന്ദര്യമാണോ? യെസ് ഓർ നോ? സൗന്ദര്യമാണോ പേഴ്സണാലിറ്റി? നോ, സൗന്ദര്യമല്ല പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പൊക്കമാണോ? അല്ല. പക്ഷെ അങ്ങനെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ലുക്കാണ്, സൗന്ദര്യമാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പേഴ്സണാലിറ്റി ഒരു ആകത്തൊക്കെയാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ പെരുമാറ്റം, സ്വഭാവം, നമ്മുടെ മാനസിക നില, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനെ ഇമോഷണൽ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഇതെല്ലാത്തിൻ്റെ ഒരു ആകത്തുകയാണ് പേഴ്സണാലിറ്റി. അപ്പം സൗന്ദര്യം എന്നുള്ളത് ഇതിൻ്റെ ഒരു എന്താ പറയുക, സൗന്ദര്യം ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അതാണ് അതിൻ്റെ കറക്റ്റ് ചോദ്യം. സൗന്ദര്യം ഇല്ലാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്ത് 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ 800 കോടി ആൾക്കാർക്ക് സൗന്ദര്യമുണ്ട്. ഓക്കെ, അപ്പം സൗന്ദര്യം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, അതാണ് സത്യം. അപ്പോൾ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, നമ്മളെങ്ങനെ മുടി ചെയ്യുന്നു, ഗ്രൂം ചെയ്യുന്നു, പെരുമാറുന്നു, എല്ലാം ഇതിനകത്ത് വരും. ബിഹേവിയർ എല്ലാം വരും. അപ്പോൾ എങ്ങനെ വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കിയ പോയിൻ്റ്. എനിബഡി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന്? നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്ന് ചെക്ക് ചെയ്യട്ടെ. എനിബഡി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പോയിൻ്റ് എന്താണെന്നുള്ളത്? ഫസ്റ്റ് നമ്മൾ നോക്കിയ പോയിൻ്റ് കുട്ടിക്കൃഷ്ണ പിള്ളൈ, വെരി ഗുഡ്. സെൽഫ് അവെയർനെസ്. ഷീലാഭായി ഓൾസോ ടോൾഡ് ജി രമേശ്. സെൽഫ് അവെയർനെസ് ആണ് നമുക്ക് വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. വിന്നിങ് പേഴ്സണാലിറ്റി സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ ശക്തികൾ എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഓക്കെ, നമുക്ക് ആ വീക്ക്നെസ് ഏരിയയിൽ എന്ത് ഇമ്പ്രൂവ്മെൻ്റാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ വീക്ക് ഏരിയ മനസ്സിലായാൽ മാത്രമേ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് സ്ട്രെങ്ത് മനസ്സിലായാൽ മാത്രമേ ആ സ്ട്രെങ്ത് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസോട് നമുക്ക് പെട്ടെന്ന് ലൈഫിൽ ഉയരാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. വെരി ഗുഡ്, നിങ്ങളത് കറക്റ്റ് ആൻസർ പറഞ്ഞു. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ്. എന്താണ് കോൺഫിഡൻസ്? കോൺഫിഡൻസ് എന്താണെന്ന് ടൈപ്പ് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ കോൺഫിഡൻസ്? കോൺഫിഡൻസ് എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ കോൺഫിഡൻസ്? ഫിയർലെസ് ടു ടേക്ക് ആക്ഷൻ, എക്സ്പീരിയൻസ്, സെൽഫ് ട്രസ്റ്റ്, ആത്മവിശ്വാസം, ധൈര്യം. ഓക്കെ,
ധൈര്യം, നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞ കോൺഫിഡൻസ് എന്ന് പറയുന്ന ധൈര്യം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മവിശ്വാസം. നമ്മൾ നോക്കുന്ന കോൺഫിഡൻസ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സെൽഫ് അഷുറൻസ് ഇൻ അവർ എബിലിറ്റീസ്. നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറയാൻ ധൈര്യം വരുന്നത്. നമുക്ക് നമ്മുടെ കഴിവുകളിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ശബ്ദത്തിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ആലില പോലെ വിറച്ചുകൊണ്ടിരിക്കും. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് ശരിയാണോ, ഞാനിങ്ങനെ ചെയ്താൽ മതിയോ, ഇത് ഞാൻ ചെയ്തത് ശരിയായോ, ഞാൻ ചെയ്തത് തെറ്റാണോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. മെയിൻ ഡിസിഷൻ എടുക്കുന്നതിൽ ക്രിട്ടിക്കൽ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ചോദിക്കുന്ന പോലെയല്ല. കോൺഫിഡൻസ് കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡിസിഷനും എടുക്കാൻ പറ്റത്തില്ല. ഇതിലേക്ക് എത്ര പേര് ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്? മീ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് മീ ഇഫ് യു ഹാവ് ദാറ്റ് സെയിം. അക്സെപ്റ്റ് അവർ എബിലിറ്റി ആൻഡ് ഡിസിഷൻ. ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ച് അത് യാഥാർത്ഥ്യമാക്കിയ ഒരു ടിപ്പ് പറഞ്ഞുതരാം. എത്ര പേർക്ക് ആവശ്യമുണ്ട്? ടൈപ്പ് ടിപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കാര്യങ്ങൾ, വളരെ വളരെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യണം. അതായത് വേറെ ആരോടും നമ്മൾ പറയേണ്ട കാര്യമില്ല. ചെറിയ കാര്യം. ഉദാഹരണം, നാളെ മുതൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റ് ഒരു 2 മണിക്കൂർ ഓടാൻ പോകും, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ ജിമ്മിൽ പോകും. ഇത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ജിമ്മിലേ പോകാതിരിക്കുന്ന ഒരാൾക്ക് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? സ്മോൾ ഓർ ബിഗ്? ഇറ്റ്സ് എ ബിഗ് തിങ്. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. ഓക്കെ, ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്കൊന്നും തോന്നില്ല, സിമ്പിൾ കാര്യമാണ്. പക്ഷേ നമ്മളൊരു പുതുമുഖത്തിന് നോക്കുമ്പോൾ ജിമ്മിലൊക്കെ പോകാൻ ഒന്നാ പേടി കാണും. എന്താ ഒരു മനസ്സ് തന്നെ പുറകോട്ട് വരും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ നമ്മൾ ചുമ്മാ ന്യൂ ഇയർ റെസൊല്യൂഷൻ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് നാളെ മുതൽ ഞാൻ മഹിഷ്മതി രാജ്യത്തിൻ്റെ ഇത് കാത്തുകൊള്ളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ഓത്തൊക്കെ എടുത്തിട്ട് നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ ഇത് ആര് കാണുന്നുണ്ട്? അത് ആര് കാണുന്നുണ്ട്? നിങ്ങൾ പറയും. നിങ്ങളൊരു വലിയ തീരുമാനം എടുക്കുകയാണ്, നിങ്ങളത് ചെയ്യുന്നേ ഇല്ല. സാർ, ക്ലാസ് കേട്ട് പഠിക്കാൻ എൻ്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണ് അത് പറഞ്ഞ കുട്ടി? ശോഭ സോമനാഥ്. അമ്മയ്ക്ക് ഒരു ഹായ് പറയുന്നു. യൂണിവേഴ്സ് കാണുന്നുണ്ടെന്ന് പറയുന്നു, ദൈവം കാണുന്നുണ്ടെന്ന് പറയുന്നു, സെൽഫ് കാണുന്നുണ്ടെന്ന് പറയുന്നു, മൈൻഡ് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കാണുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് പ്രിൻഷയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഉപബോധ മനസ്സിന് മനസ്സിലാവും എവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തവനാണ്. മനസ്സിലായോ? അവൻ വാക്ക് പറഞ്ഞ അവൻ എന്തായിരുന്നാലും അവൻ പറഞ്ഞ വാക്കിന് വിലയില്ല, അവൻ ചെയ്യത്തില്ല. ഇങ്ങനെ ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും റിപ്പീറ്റ് ചെയ്യുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യവും സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ച പുകവലി നിർത്തണം തീരുമാനിക്കുന്നു, മദ്യപാനം നിർത്തണം തീരുമാനിക്കുന്നു. നമുക്കിത് പറ്റാത്ത റീസൺ എന്താണ്? നിങ്ങൾ തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു തമാശ പറഞ്ഞാൽ, ഞാൻ പുകവലി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിർത്താൻ പറ്റുന്ന കാര്യമാണ്. ഒരാൾ പറയാണ്, ഞാൻ തന്നെ 12 തവണ നിർത്തിയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? പുകവലി നിർത്താൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഞാൻ 12 തവണ നിർത്തിയിട്ടുണ്ടെന്ന്. എന്താണെന്ന് മനസ്സിലായത്? 12 തവണ നിർത്തിയിട്ടുണ്ടെന്ന്, അതൊന്ന് നിർത്തിയിട്ടുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായെങ്കിൽ നിങ്ങളൊരു സ്മൈലി വായിക്കണോ, എന്തെങ്കിലും ഇടുക. അതെ, അവന് നിർത്താൻ പറ്റിയിട്ടില്ല, അതാണ് അതിൻ്റെ സത്യം. 12 അതുവരെ നിർത്തിയിട്ടില്ല. 12 നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു നിർത്താൻ എളുപ്പമാണെങ്കിൽ ഒരാൾ ആദ്യത്തെ തവണ നിർത്തണ്ടേ? ലാസ്റ്റ് ബസ് കുറേ ഉണ്ടെന്ന് പഴയ ഒരു മുകേഷിൻ്റെ സിനിമയിൽ പറഞ്ഞത്. ലാസ്റ്റ് ബസ് ഒരെണ്ണമല്ലേ ഉള്ളൂ. ലാസ്റ്റ് ബസ് കുറേ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഹീസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? ഹീസ് നോട്ട് ട്രസ്റ്റിംഗ് ഹിംസെൽഫ്. അത് ചെറിയ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ മുതൽ 5 മിനിറ്റ് നടക്കാൻ പോവാം. സിമ്പിൾ. ഇതൊരു വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ? ബിഗ് ഓർ സ്മോൾ? ടൈപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ യുവർ സ്മൈലീസൊക്കെ ഇടുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനൊരു ഉന്മേഷം വരുന്നുണ്ട്.
യെസ്, വീഡിയോയിൽ ഇല്ലാത്ത ഒരു സ്മൈലിയെങ്കിലും ഇട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 5 മിനിറ്റ് നടക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചുള്ള സ്മോൾ കാര്യമാണ്. ഇനി ബിഗ് കാര്യമായിട്ടുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? 1 മിനിറ്റ് നടക്കാൻ പോകണം. അത് സ്മോളാണ്. നിങ്ങൾക്ക് എന്താണ് സ്മോളായിട്ട് തോന്നിയിട്ടുള്ളത്? എന്നെ സംബന്ധിച്ചുള്ള 5 മിനിറ്റ് എനിക്ക് പറ്റും. 5 മിനിറ്റ് ജസ്റ്റ് അവിടെ നഗറിൻ്റെ അവിടെ പോയിട്ടിങ്ങനെ വന്നാലും മതി. അല്ലെങ്കിൽ 1 മിനിറ്റ് ഗേറ്റിൻ്റെ അവിടെ പോയിട്ട്. അപ്പോൾ ഈ ചെറിയ കാര്യം കമ്മിറ്റ് ചെയ്യുകയും ചെറിയ കാര്യം നമ്മൾ ചെയ്യുകയും ചെയ്യണം. അന്നേരം ഇത് ആര് കാണും? അന്നേരം ഇത് ആര് കാണും? നമ്മൾ പറഞ്ഞ കാര്യം പാലിക്കുന്ന ആര് കാണും? പറഞ്ഞ കാര്യം പാലിക്കുകയും ഡിസിഷൻ തീരുമാനിക്കുന്നതും ആര് കാണും? ഓൺ ഡ്യൂട്ടീസ് ആർ ക്യാമറ നിരീക്ഷിച്ച് കുഴപ്പമില്ല റജി, കുഴപ്പമില്ല. ഉപബോധ മനസ്സ് കാണും. യവൻ കൊള്ളാമല്ലോ, യവൻ പറഞ്ഞാൽ പാലിക്കും. സോ യു വിൽ ഗെറ്റ് മോർ കോൺഫിഡൻസ്. ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഡെവലപ്പായി വന്നിട്ടുള്ള ഒരു ടെക്നിക്കാണ്. എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയി? ടൈപ്പ് യൂസ്ഫുൾ ഇൻ ദ ചാറ്റ് ബോക്സ്. യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ചാറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫെയിലാവുന്ന ഒരു ടെക്നിക്കല്ല. കാരണം ഇത് വർക്കാവും എന്നെനിക്ക് 100% ഉറപ്പാണ്. ഞാനും ചെയ്തിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ് us കം ടു ദ തേർഡ് സീക്രട്ട് ഓഫ് വിന്നിങ് പേഴ്സണാലിറ്റി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് സംഭവിക്കുന്നത് നമുക്കെതിരെയല്ല, നമുക്ക് വേണ്ടിയാണെന്നുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഇത് നാച്ചുറലി വരുമോ നമ്മൾ മനഃപൂർവ്വം ചെയ്യണോ? 1 or 2 നാച്ചുറലി വരുമോ മനഃപൂർവ്വം ചെയ്യണം? ആഫ്റ്റർ ജോയിനിങ് യുവർ ക്ലാസ് ഡെയിലി ഐ എം ഡൂയിങ് 1 hour എക്സസൈസ് ഇൻ ദ മോർണിംഗ്. വെരി ഗുഡ് സുജിത് മേനോൻ, സൂപ്പർ. മനഃപൂർവ്വം ചെയ്യണം. പലരും ചോദിക്കും, സാറേ ഞാൻ എപ്പോഴും നെഗറ്റീവ് ആവുന്നു, മനസ്സ് നെഗറ്റീവ് ആവുന്നു എന്ന് പറയുന്നു. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കാര്യം തുടങ്ങി വെച്ചാൽ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ യുണീക്കല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമ്മളിത് ബോധപൂർവം മറികടക്കാനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യണം. എല്ലാത്തിൻ്റെ ഒരു വശമെങ്കിലും കാണും അവിടെ. ഒരു വശമെങ്കിലും ഒരു പോസിറ്റീവ് നമുക്ക് വേണ്ടി സംഭവിച്ചിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോടൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വളരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ഇവൻ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഒട്ടും വിചാരിക്കാതെ സംഭവിച്ചൊരു ദുരന്തമോ ഒരു ഭയങ്കര വിഷമമുള്ള കാര്യം മനസ്സിലേക്ക് കൊണ്ടുവന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് സമയം തന്നെ കണ്ണടയ്ക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു ദുരന്തമോ അല്ലെങ്കിൽ ആ ഒരു വിഷമകരമായ ഇൻസിഡൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള 5 നേട്ടങ്ങൾ. ജസ്റ്റ് കണ്ണടച്ചിട്ട് 1 നിമിഷം ആലോചിച്ചു. അത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള 5 നേട്ടങ്ങൾ. അതേ കണ്ണ് തുറ. 5 കിട്ടിയവരെല്ലാം 5 ടൈപ്പ് ചെയ്യുക. അതിൽ കൂടുതൽ കിട്ടിയവരെല്ലാം എത്ര കിട്ടിയെന്നുള്ള ആ നമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഷംസീർ 5, സുധീഷ്, സുജിത് മേനോൻ 8, സൈജു 7. ഒന്നുകൂടെ പറയാമെന്ന് പറഞ്ഞു. നമ്മൾ ആ ഒരു വിഷമം വന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഗുണകരമായി വന്നിട്ടുള്ള എത്ര കാര്യങ്ങൾ. 1 but big, വെരി ഗുഡ്. യെസ്, ആർക്കെങ്കിലും 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. ഉറപ്പായിട്ടും ആ ഇൻസിഡൻറ്റിൽ നിന്ന് ഒരുപാട് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ഇനി നിങ്ങൾ പറ, അത് സംഭവിച്ചത് നിങ്ങൾക്ക് ഉപകാരമായിട്ടല്ലേ വന്നിട്ടുള്ളത്? യെസ് ഓർ നോ? യെസ്. മദ്യപാനം പൂർണ്ണമായി നിർത്തി എന്ന് പറയും. വെരി ഗുഡ്. അത് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ്. അപ്പോൾ അത് പോസിറ്റീവ് കാര്യമല്ലേ? അപ്പോൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം.
നാലാമത്തത് ആക്റ്റീവ് ലിസണിങ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഉയർച്ച വേണമെന്നുണ്ടെങ്കിൽ, നല്ല ഫാമിലി റിലേഷൻ വേണമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരൊറ്റ കാര്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. എല്ലാവരും കൈ ഇങ്ങനെ വയ്ക്കുക, പറയുക ഐ ആം എ ഗുഡ് ലിസണർ. ഐ ആം എ ഗുഡ് ലിസണർ. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ സ്ക്രീനിൽ. ഐ ആം എ ഗുഡ് ലിസണർ. ഞാനൊരു നല്ല ലിസണറാണ്. നമ്മൾ നല്ലൊരു ലിസണർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു വിന്നിങ് പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. കുറച്ച് പേര് ഇല്ലാന്ന് പറഞ്ഞ്, കുറേ പേര് ക്ലാസ്സിൽ ഇല്ലാന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്നൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോയതാണ്. 5ാമത്തെ പോയിന്റിന് വേണ്ടി എത്ര പേർ റെഡിയാണ്? ടൈപ്പ് 5 ഇൻ ദ ചാറ്റ് ബോക്സ്. 5ാമത്തെ വിന്നിങ് പേഴ്സണാലിറ്റിയുടെ രഹസ്യം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് 5. ഓക്കെ, ഞാൻ ഈയിടെയായിട്ട് കുറേ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 9 ലക്ഷം രൂപയുടെയെങ്കിലും ട്രെയിനിങ്സുകൾ, NLP, ജോൺ ഗ്രിൻഡറിൻ്റെ NLP പ്രാക്ടീഷണർ, മാസ്റ്റർ ഡിപ്ലോമ, പിന്നെ ഹൈ ടിക്കറ്റിൻ്റെ 1-2 പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഗറില്ല ബിസിനസ്. അപ്പോൾ ഇതിൽ ഹൈ ടിക്കറ്റിൻ്റെ പ്രോഗ്രാമിൽ ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും അവർ ഈ ഒരു വരുമാനത്തിൻ്റെ ബേസിൽ, വരുമാനം നേടുന്നതിൻ്റെ ബേസിൽ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിൽ 3ാമത് നിൽക്കുന്ന, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ തൊട്ട് താഴെ നിൽക്കുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ, ആ സ്കില്ലുള്ള ആൾക്കാർ ഇനിയിപ്പം എലോൺ മസ്ക് ആയിക്കോട്ടെ, ഹിറ്റ്ലർ ആയിക്കോട്ടെ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന ഏതൊരു ബിസിനസ് മാഗ്നറ്റോ ലീഡറോ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഈ ഒരു സ്കില്ലുണ്ട്. എല്ലാ ശതകോടീശ്വരന്മാർക്കും, ഓൺട്രപ്രണേഴ്സിനും ഒന്നുകിൽ അവർക്കുണ്ട്, അല്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ നിർത്തുന്ന ആൾക്കാർക്ക് ഈ സ്കില്ലുണ്ട്. എന്താണ് ആ സ്കില്ല്? ഇപ്പം ഞാൻ ആ സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളോട് ഇടപെടിക്കൊണ്ടിരിക്കുന്നത്. ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സഞ്ജു പ്രദീപ് കറക്റ്റ് ആൻസർ പറഞ്ഞു, വെരി ഗുഡ്. ആ സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. ലീഡർഷിപ്പ് നല്ല സ്കില്ലാണ്, കമ്മ്യൂണിക്കേഷൻ. നമുക്ക് വളരെ സ്ഫുടമായി, വ്യക്തമായി ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് പേരെ, കോടിക്കണക്കിന് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അമേരിക്കയിലെ തുടക്കത്തിലെ ശതകോടീശ്വരനായ ആൻഡ്രൂ കാർണിഗിയോട് നെപ്പോളിയൻ ഹിൽ ചോദിച്ചു, താങ്കളുടെ ഈ ധനത്തിന് വളരെ ലോ ലെവലിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ശതകോടീശ്വരനായി മാറിയ, ബില്യണറായി മാറിയ വ്യക്തിയാണ്. ആൻഡ്രൂ കാർണിഗിയോട് ചോദിച്ചു, താങ്കളുടെ ഏത് സ്കില്ലാണ് താങ്കൾക്ക് ഇത്രത്തോളം പണം നേടിത്തന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് പീപ്പിൾ മാനേജ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വേറെ എന്തൊക്കെ പറയായിരുന്നു? മാർക്കറ്റിംഗ് പറയായിരുന്നു, വേറെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് പറയായിരുന്നു. എനിക്ക് സ്ട്രാറ്റജി ഉണ്ടെന്നോ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടെന്നോ എല്ലാം പറയുന്നു. പക്ഷേ അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ കമ്മ്യൂണിക്കേഷനാണ്. എനിക്ക് ആശയവിനിമയം ചെയ്യാൻ അറിയാം, എനിക്ക് ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാം. ആൾക്കാരെ മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾ ലോകം ജയിച്ചു, വിന്നിങ് പേഴ്സണാലിറ്റി. സോ നമ്മുടെ 5ാമത്തെ സ്കില്ല് കമ്മ്യൂണിക്കേഷനാണ്. ലെറ്റ് മീ ഓപ്പൺ ദ ബോക്സ് ഫോർ യു. വിന്നിങ് പേഴ്സണാലിറ്റിയുടെ 5ാമത്തെ സ്കില്ല് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ളവർ മാത്രമാണ് പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കൂടെ നിർത്തിയിട്ടുള്ളവർ. അത് സംസാരിക്കാൻ അല്ലെങ്കിൽ എഴുതാനുള്ള കഴിവ്. ഓക്കെ, എങ്ങനെയായിരുന്നാലും മാർക്കറ്റിങ്ങിലും ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. എൻഹാൻസ് യുവർ വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കേട്ട് കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യം പോലെ തോന്നും. എനിക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പണ്ട് ബാലരമയുടെ ഒരു കോൺടെസ്റ്റ് നടന്നു തിരുവനന്തപുരത്ത് വെച്ച്. ഞാൻ ചെറുതായിരുന്നു ആ സമയത്ത്. അച്ഛൻ എന്നെ കൊണ്ടുപോയി, ഞാൻ അറ്റൻഡ് ചെയ്തു. ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് നമുക്ക്. അത് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വളരെ സൈലൻ്റായി ഇൻട്രോവേർട്ടായ ഒരു പയ്യനായിരുന്നു. ഞാൻ വരച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ട്രെയിനിങ് എടുത്ത ഒരു മാഡം, അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി കാണുന്നത്. എന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നെ പ്രത്യേകം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കളറില്ലായിരുന്നു, ക്രയോൺസിൽ ഒരു കളറില്ലായിരുന്നു. അപ്പോൾ ആ നീലയാണെന്ന് തോന്നുന്നു, ആകാശം എന്തോ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊഴികെ ബാക്കിയെല്ലാം അടിച്ചു.
കളർ അടിച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, എന്താ എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ബ്ലൂ കളറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ഒരു നിമിഷം നിശബ്ദമായിട്ട് പറഞ്ഞിട്ട്, നമ്മുടെ കയ്യിൽ ആ ഒരു കളറില്ലെങ്കിൽ, കളർ അടിക്കണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, പുറത്ത് പോയി വാങ്ങിക്കണമായിരിക്കുമോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ എല്ലാം അങ്ങ് കടന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞല്ല. പിന്നെ ഞാൻ വേറെ എന്തൊക്കെ ആലോചിക്കണം. ഞാൻ വിചാരിക്കണം വേറെ കളർ മിക്സ് ചെയ്തിട്ട് ബ്ലൂ ആക്കണോ, ഇങ്ങനെയൊക്കെ ആലോചിക്കണം. അതൊന്നുമല്ല. നിങ്ങൾ ഇടതും വലതും നോക്കുക. നിങ്ങളെ അടുത്തിരിക്കുന്ന മനുഷ്യരാണ്. നിങ്ങളുടെ വായിൽ നാക്കുണ്ട്. ജസ്റ്റ് ചോദിച്ചാൽ മതി, എനിക്ക് ആ നീല കളറും തരാമോ എന്ന്. അതിനോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അടുത്തിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, തന്നു. ഞാൻ അടിച്ചു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, വെരി സിമ്പിൾ ലൈഫ്. അവർ പറഞ്ഞു, മോനെ ജീവിതം വളരെ സിമ്പിളാണ്, ആശയവിനിമയം ചെയ്യാൻ പഠിക്കണം. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും തരത്തില്ല. എത്ര വർഷം കഴിഞ്ഞറിയാൻ മതി. ഇപ്പം ഈ ഒരു ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. അവർ ആ പറഞ്ഞു തന്ന ആ ഒരു പോയിൻ്റ് എന്നെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു. അതിനുശേഷം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ആൾക്കാരോട് സംസാരിക്കണമെന്ന് ടോപ്പിക്കിൽ തന്നെ നിരവധി വലുതായപ്പം പുസ്തകങ്ങൾ വായിക്കുകയും പല ആൾക്കാരെ നിരീക്ഷിക്കുകയും ചെയ്തു ഞാൻ. ശരിയാണ്, എല്ലാവരും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആരാധിക്കുന്ന ഇപ്പോൾ മന്ത്രിമാർ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ പിണറായി സാറായിരുന്നാലും ഉമ്മൻചാണ്ടി സാറായിരുന്നാലും ആരായിക്കോട്ടെ, മോദിജി ആയിരുന്നാലും ഗാന്ധിജി ആയിരുന്നാലും നെഹ്റുജി ആയിരുന്നാലും ഇവരെല്ലാവരും നല്ല കമ്മ്യൂണിക്കേറ്ററാണ്. സ്വാമി വിവേകാനന്ദൻ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. എവറിബഡി ഈസ് ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. ഒബാമ, ടെസ്ല എങ്ങനെയാണ് പ്രോഡക്റ്റ് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആപ്പിളില്ല, നമ്മുടെ കഴിക്കുന്ന ആപ്പിളല്ല, ഫോണിൻ്റെ, അവരുടെ പ്രോഡക്റ്റ് ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ആൾക്കാർ ബുക്കിംഗ് തുടങ്ങും. ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. ഓക്കെ, കട്ടായി പോയാൽ ഞാൻ ഇല്ലല്ലോ. ഓക്കെ, സോ ക്ലിയർ ആയവർ സി ടൈപ്പ് ചെയ്യുക. നാവുള്ളവന് നാടിൻ്റെ പകുതി. സ്റ്റീവ് ജോബ്സ്. അതെ, സ്റ്റീവ് ജോബ്സ്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ളൂ ഒരു സംഭവമുണ്ട്. യെസ്. ഇനി അടുത്ത. സോ എത്ര പേർക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു? ടൈപ്പ് യൂസ്ഫുൾ ഇൻ ദ ചാറ്റ് ബോക്സ്, ജസ്റ്റ് നോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു വൺ വേ ഇൻട്രാക്ഷന് പകരം നിങ്ങൾക്ക് എന്നോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഞാൻ തരാം. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാം. ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇത്രയും പഠിച്ചതിലുള്ള ഡൗട്ട്. സാർ, ഫോർത്ത് ആക്റ്റീവ് ലിസണിങ്. ജബീർ, ഡൗട്ട്സ് പ്ലീസ്. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. യുവർ ക്ലാസ്സസ് ആർ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ. താങ്ക് യു സുജിത് മേനോൻ, താങ്ക് യു. നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പിന്നെ കേട്ടെ. ഓക്കെ, താങ്ക് യു. യൂട്യൂബിലുള്ള സുഹൃത്തുക്കളെ ഞാൻ കാണുന്നുണ്ട്. നവധാര ഹീലിംഗ് യൂസ്ഫുൾ. താങ്ക് യു നവധാര. അനുശങ്കർ, താങ്ക് യു. ലിങ്കു സൂസൻ, താങ്ക് യു. ത്രിലോക ഓൾസോ. ഓക്കെ സാർ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഷംസീറ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമേ എനിക്ക് ശരിയാണ്, നിങ്ങൾക്ക് ഇതാണ് ഡൗട്ടുള്ളതെന്ന് മനസ്സിലാണ്. ഞാൻ 2 വേ ഇട്ടത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷന് തന്നെ 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഒറ്റ വാക്കിൽ ഒരു 2 മിനിറ്റ് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയൊരു ടോപ്പിക്കല്ല, എങ്കിലും ചുരുക്കി പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ പറയുന്ന വാക്കുകൾ. രണ്ടാമത്, നമ്മൾ പറയുന്ന രീതി, ഇതിനെ ടോൺ എന്ന് പറയും. 3, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്. ഇത് 3 ഡെവലപ്പ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇംഗ്ലീഷിൻ്റെ അധ്യാപകനായിരുന്നു. ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ട്രെയിനറാണ്. ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഞാനൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ നേരെ ഒരു 1,00,000 മുകളിലുള്ള ആൾക്കാരെ ഫ്ലുവൻ്റ് ആക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ 2008 മുതൽ തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നത് ഇത് തന്നെയാണ്. വേർഡ്സ് മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫ്ലുവൻ്റ് ആകാൻ പറ്റില്ല. അവർ മുന്നോട്ട് കൊണ്ടുവന്ന് കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിർത്തിയോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിർത്തിയോ അവർ സംസാരിക്കുമ്പോൾ കൈ എങ്ങനെ പോകുന്നു, മുഖം എങ്ങനെ പോകുന്നു, കണ്ണെങ്ങനെ പോകുന്നു, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷനിലും പ്രാക്ടീസിലൂടെ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒബ്സർവേഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം ഓരോ ആൾക്കാർ, ഈ ലീഡേഴ്സ് എങ്ങനെ സംസാരിക്കുന്ന. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കൈ ഇങ്ങനെ എടുക്കുന്നു, കയ്യിലൂടെ കുറേ ആശയങ്ങൾ പോകുന്നുണ്ട്.
നിസ്സാര കാര്യമല്ല. ഏറ്റവും നല്ലത് എണീറ്റ് നിന്ന് ഫുൾ ബോഡി ചെയ്ത് ക്ലാസ് എടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. കാരണം ബോഡി ഫുള്ള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ഡയറക്റ്റ് ട്രെയിനിങ്ങിൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഞാനൊരു 100 തരുന്നതെങ്കിൽ ഓൺലൈനിൽ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് 2% മാത്രമേ ആൾക്കാർ കിട്ടുള്ളൂ. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ടെക്നോളജി ചാറ്റ് ഇതെല്ലാം എടുക്കുന്നുണ്ട്. വായിച്ചൊക്കെ ഞാൻ പഠിപ്പിക്കും ഇടയ്ക്ക്. നല്ല മൈക്ക് യൂസ് ചെയ്യുക, ടോൺ എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 60-70% എത്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡയറക്റ്റ് നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരു 90-95% എത്തിക്കാൻ പറ്റും നമുക്ക്. അഫ്രൈഡ് ഓഫ് നെഗറ്റീവ് കമൻറ്റ്സ്, ഹൗ ടു മാനേജ് ഇറ്റ്. അതെ, ഇന്നലെ ഒരു സഹോദരി ഇവിടെ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്ത്. നിങ്ങൾ വായിച്ചു കാണും, അല്ലെങ്കിൽ പത്രത്തിലോ യൂട്യൂബിലോ കണ്ടു കാണും, ഈ നെഗറ്റീവ് കമൻറ്റ് കാരണം. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ ചില ആൾക്കാരുടെ ഫ്രസ്ട്രേഷനാണ് അതിൽ തീർക്കുന്നത്. നമ്മൾ എന്തിനാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? യുദ്ധം പറഞ്ഞ പോലെ തെറി അക്സെപ്റ്റ് ചെയ്താലേ തെറി നമ്മളെ അഫക്റ്റ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നമ്മളത് അഫക്റ്റ് ചെയ്യത്തില്ല. എനിക്ക് അത് ഭയങ്കര മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. എന്തിനാണ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ കമൻറ്റ് നോക്കുന്നത്? തുടക്കകാലത്തിൽ ഞാനൊരു മൈൻഡിൻ്റെ ഒരു പരസ്യം ഇട്ടപ്പോഴേക്കും അതിനകത്തൊരു കമൻറ്റ് വന്നതാണ്, എടാ നീ മോട്ടിവേഷൻ ട്രെയിനറാണ്, നിനക്ക് 2 രൂപയ്ക്ക് ബ്ലൈഡ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലേന്ന്. ഞാൻ പിന്നെ എല്ലാ പരസ്യത്തിലും ഷേവ് ചെയ്യാതെ തന്നെ ഇടാൻ തുടങ്ങി. നമ്മളെന്തിനാണ് അവന്മാർ പറയുന്നത് കേൾക്കാൻ പോകുന്നത്? ഇടിയിടുന്ന അവർ പറയും, പറയാതിരിക്കും. പക്ഷെ ആ താടി വെച്ച പരസ്യം എനിക്ക് തന്ന വരുമാനം വേറെ ഒരു പരസ്യം തന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അത് ഷേവ് ചെയ്തിട്ടില്ല. സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇനി ലൈവ് സ്ട്രീമിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്ത വിഘ്നേഷ്, ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് എങ്ങനെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റില്ല എന്നൊരു നിയമവും ഇല്ല. നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യണം, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം, നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ എഴുതി റെഡിയാക്കണം. അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണം. ഇലോൺ മസ്ക്, മാർക്ക് സുക്കൻബർഗ് ആസ് വെൽ ആസ് വിപിൻ സാർ, യു ടു തിങ്ക് ഓൾവേസ് ദ സെയിം വേ. താങ്ക് യു ദീപകൃഷ്ണൻ, താങ്ക് യു സോ മച്ച്. മനോഹരമായ ഒരു കമൻ്റാണല്ലോ. നിങ്ങളെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ബാക്കിയുള്ളത് പഠിക്കാൻ എത്ര റെഡിയാണ്? 6 ടൈപ്പ് ചെയ്യാം. ഞാൻ എന്നും ക്ലാസ് തുടങ്ങി വയ്ക്കും, അല്ല 2 പോയിൻ്റ് പഠിപ്പിക്കുമ്പോഴേക്കും നമ്മുടെ സമയം കഴിയും. ഇന്ന് ഞാനിത് തീർത്തിട്ടേ പോവുള്ളൂ. കാരണം അടുത്ത ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ സീരീസ് തുടങ്ങാൻ വേണ്ടി പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓൺലൈനിൽ. അപ്പോൾ ഇത് തീർത്താലേ എനിക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 6, ഓക്കെ, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ 6 ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഗുഡ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ത് ടോപ്പിക് എന്നോട് പറഞ്ഞാലും ഞാൻ ക്ലാസ് എടുക്കും. എന്ത് ടോപ്പിക്ക് പറഞ്ഞാലും ആ ടോപ്പിക്ക് എനിക്ക് അറിയണം അറിഞ്ഞുകൂടാ അങ്ങനൊരു വിഷയമൊന്നുമില്ല. എനിക്ക് എന്തും എടുക്കും. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് എം എക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. ഓക്കെ, എം എക്ക് ക്ലാസ്, ഞാൻ ഡിഗ്രി, ഓക്കെ, ഞാൻ എം എ കഴിഞ്ഞു, എം എ പഠിച്ചു കഴിഞ്ഞു ഞാൻ. പക്ഷേ എം എക്ക് ക്ലാസ് എടുത്ത പരിചയമൊന്നുമില്ല. പക്ഷെ അവിടെ എം എ ഉള്ള ഒരു ലെക്ചറാണ് ആവശ്യമുള്ളതെന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ എം എക്ക് ഞാൻ ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഷേക്സ്പിയറിൻ്റെ പ്രണയകാവ്യങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്ക്. അത് കിട്ടിയ പിന്നെ രാത്രി മുഴുവൻ ഞാനിത് പഠിച്ചിട്ട് അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അതെനിക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാൽ കമ്പ്യൂട്ടർ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ കമ്പ്യൂട്ടർ അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് എടുക്കും. അങ്ങനെ അവിടെ എല്ലാവർക്കും എന്നെ വലിയ കാര്യം. കാരണം ഇദ്ദേഹത്തിന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പോസ്റ്റ് ഇടാം, എന്ത് ചെയ്യും, ഭയങ്കര മൾട്ടി ടാലൻ്റാണ് എന്ന് പറഞ്ഞിട്ട് പല പല വിഷയങ്ങൾ ഇവരിങ്ങനെ പറയും. ഞാനത് ക്ലാസ് എടുക്കും. അങ്ങനെ കിട്ടിയ ഒരു വിഷയമാണ് ടൈം മാനേജ്മെൻറ്റ്. അപ്പം ഞാൻ എല്ലായിടത്തും ലേറ്റായിട്ട് പോകുന്ന ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഒരു പിടിയില്ലാത്തൊരു വിഷയമാണ്. ഞാനതിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ സ്ലൈഡ് അയച്ചു കൊടുത്തു, ഹൗ ടു ബി ഓൺ ടൈം. ഈ സ്ലൈഡ് അയച്ചു കൊടുത്ത എനിക്ക് ഗുലാത്തി GST ഓഫീസേഴ്സിനായിരുന്നത്. അവരവിടെ സ്ലൈഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞു. 10 മണി ക്ലാസ്, ഞാനെത്തിയത് 10:05. ടോപ്പിക്ക് ഹൗ ടു ബി ഓൺ ടൈം. എങ്ങനെയുണ്ട്? കണക്ഷൻ എങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ ചെയ്യാം? യു മസ്റ്റ് കണക്ട് വിത്ത് ദിയർ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, നോൺ വെർബൽ സിഗ്നൽസ്. അർച്ചന, അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ഇതെല്ലാം നിങ്ങൾ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന സംഭവമല്ല.
സാർ വിത്ത് പോയിന്റ് വൺസ് പോയിന്റ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് ജബീർ, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ടോപ്പിക്. സാർ വളരെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു അവാർഡ് പ്രതീക്ഷിക്കും. പിന്നെ ഒരുപാട് പേരുടെ മനസ്സുകൾക്ക് ഒരു സാന്ത്വനമാണ്, ഒരുപാട് ആത്മവിശ്വാസം തോന്നും. താങ്ക് യു മിനി മാഡം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഞാൻ ഒതൻറ്റിക് ആയിരുന്നോ അവിടെ? നിങ്ങൾ ചില ചിരിക്കുന്നു, ഞാൻ ഒതൻറ്റിക് ആണോ? യെസ് ഓർ നോ? ഒൺലി എ ഗുഡ് ലിസണർ ക്യാൻ ബി എ ഗുഡ് ടീച്ചർ. താങ്ക് യു സിബിന, താങ്ക് യു. ഞാൻ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ട്രെയിനർ ആയിരുന്നു അവിടെ. ഞാനതൊന്ന് രക്ഷപ്പെട്ടത് വളരെ രസകരമായ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ അവിടെ കൈവരിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അത് കേൾക്കാൻ എത്ര ഒരു ആഗ്രഹം ഉണ്ട്, ആയി ടൈപ്പ് ചെയ്യാമോ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നുള്ളത്? ഞാൻ രക്ഷപ്പെട്ട എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരെ ക്ലാസ്സിലോട്ട് കയറിയില്ല. ഞാൻ ആ ഡോറിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ തന്നെ എൻ്റെ സ്ലൈഡ് പ്ലേ ചെയ്ത് ഞാൻ കയറിപ്പോയാൽ നാണം കിടുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, വിദഗ്ധമായി ഒരു 5 മിനിറ്റ് കൂടെ വെളിയിൽ തന്നെ നിന്നു. അപ്പോൾ അതിലൊരു ഇൻസ്പെക്ടർ എന്നെ കണ്ടു. ഹേയ് സാർ ഇതാ പുറത്തേക്കുന്നു, മാസ്റ്റർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സാർ ഇതാ പുറത്തേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മന്ദം നടന്ന്, അതാ ഞാൻ അരമണിക്കൂർ മുന്നേ അവിടെ വന്ന് നിൽക്കുന്ന ഒരാളുടെ ഫേസ് എക്സ്പ്രഷനിൽ ആണ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലാവണം, ഇത് കമ്മ്യൂണിക്കേഷനാണ്. അത് പേടിച്ച് വെച്ച് അത് പിന്നെ ഞാൻ സോറി താമസിച്ച് പോയി, അങ്ങനെയല്ല. എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ എല്ലാവരെയും ഇങ്ങനെ നോക്കി. അവരൊക്കെ ആദ്യം ഇറിറ്റേറ്റഡ് ആയത് 5 മിനിറ്റ് ലേറ്റ് ആയപ്പോൾ. ഒരൊറ്റ ചോദ്യം, ഞാൻ 10 മിനിറ്റ് താമസിച്ചതായിട്ട് അഭിനയിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു? ഉടനെ എല്ലാവരും സാറേ ഇറിറ്റേറ്റായി, ദേഷ്യം വന്നു, വിഷമം തോന്നി, നമ്മുടെ സമയം പോണ പോലെ തോന്നി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ബാക്കിയുള്ളവരുടെ സമയം അപഹരിക്കുമ്പോൾ, അവർ വെയിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫയലിന് വേണ്ടി നിങ്ങളിങ്ങനെ താമസിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്കും ഇത് തന്നെയാണ് തോന്നുന്നത്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. നിങ്ങളിനി ഒരിക്കലും ഇത് മറക്കില്ല. ഭയങ്കര കൈയടി. മനസ്സിൽ ചെറിയൊരു കുറ്റബോധമുണ്ട്. പിന്നെ ഇത് ഞാൻ തമാശയായിട്ട് പല സ്റ്റേജിലും പറഞ്ഞു. പക്ഷേ ഞാൻ ഒതൻറ്റിക് അല്ല, രക്ഷപ്പെട്ടു. പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് സൈക്കോളജിക്കൽ മൂവിയാ, രക്ഷപ്പെട്ടു. അപ്പോൾ ഒതൻറ്റിക് ആവണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മെൻറ്റർ ബ്ലെയർ സിംഗർ സാറാണ്. അദ്ദേഹം പറഞ്ഞു, വിപിൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് മാത്രമേ പഠിപ്പിക്കാവൂ. അതിനുശേഷം ഒരിക്കലും ഞാൻ എങ്ങനെ വയറ് കുറയ്ക്കാമെന്ന ക്ലാസ് എടുത്തിട്ടില്ല. കാരണം എനിക്ക് വയറുണ്ട് ഇപ്പോഴും. ഒരിക്കലും എടുത്തിട്ടില്ല. എൻ്റെ വയർ എന്നാണോ ഞാൻ കുറയ്ക്കുന്നത് അന്ന് ഞാൻ ഒരു കോഴ്സ് ഇറക്കും, ഹൗ ടു ബി ഫിസിക്കലി ഫിറ്റ്. അതിനുശേഷം എടുത്തില്ല. അതിനുശേഷം ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ചെയ്ത കാര്യങ്ങൾ, എനിക്ക് ഒതൻറ്റിക്കായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തു. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് കോടികൾ വന്നത് ഓൺലൈനിൽ നിന്ന്. ഓക്കെ, നിങ്ങൾക്ക് അപ്പോൾ പിടിയുന്നില്ല. അപ്പോൾ ഒരു വിന്നിങ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യം സത്യമായിരിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. പൊളി തന്നെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ജിഷ. ബി ജെനുവിൻ ആൻഡ് ട്രൂ ടു യുവർ സെൽഫ് ഇൻ യുവർ ഇൻട്രാക്ഷൻ. ജെനുവിൻ ആയിരിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ അടിച്ച് കയറി വാ ഈ സംഭവത്തിലോട്ട് ഉയരാൻ പറ്റത്തുള്ളൂ. So how many of you are ready for the 7th point? Type 7 in the chat box. Okay, chat box ഒക്കെ അങ്ങ് ഇളകി മറിയുവാണ്. സെവൻത് പോയിന്റ്, ഏത് സിറ്റുവേഷനിലും നമ്മളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ പണ്ടൊക്കെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിശോധിക്കുക. ഒരു സർട്ടിഫിക്കറ്റ് നോക്കി നല്ല മാർക്കുള്ളവർക്ക് മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ചോദ്യങ്ങളൊക്കെ ചോദിക്കും, GK ഒക്കെ ചോദിക്കും ഇൻ്റർവ്യൂവിൽ. ഇപ്പം അങ്ങനെ ഉണ്ടോ എനിക്ക് അറിഞ്ഞോ കേട്ടോ. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ GK ചോദിക്കുന്നുണ്ടോ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ ആ സബ്ജക്റ്റ് നോളജ് ചോദിക്കും. അതിനുശേഷം നമ്മൾ ചോദിക്കുന്നത് സാർ പറയുന്ന ഓരോ കാര്യവും വളരെ ആഴത്തിലാണ് പതിയുന്നത്. താങ്ക് യു ഡാലിയ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒതൻറ്റിസിറ്റി ഉള്ളതുകൊണ്ടാണ് ആഴത്തിൽ പതിയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സബ്ജക്റ്റ് നോളജ്, പ്രൊഡക്റ്റ് നോളജ് ചോദിക്കും. അതിനുശേഷം നമ്മൾ നോക്കുന്നത്
എവനോ എവൾക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? സമ്മർദ്ദം വന്നു കഴിഞ്ഞ് ഇട്ടിട്ട് പോവുമോ? ഓക്കെ, അപ്പോൾ ഏത് സിറ്റുവേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും? EQ നോക്കും. IQ നോക്കുന്നതിനോടൊപ്പം EQ ആണ് ഇപ്പോൾ എല്ലാവർക്കും വേണം. EQ എന്ന് ഇമോഷണൽ ക്വസ്റ്റ്യൻറ്റ്. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാവാൻ, ആത്മഹത്യ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരു ലെവലിലോട്ട് പോകുന്ന EQ വളരെ കുറവാണ്. EQ ഉണ്ടോ? എവൻ അഡാപ്റ്റബിൾ ആണോ എന്ന് നോക്കും. അഡാപ്റ്റബിൾ ആണെങ്കിൽ, മാർക്ക് കുറവാണെങ്കിലും, വലിയ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ പോലും എടുക്കും. ഞാൻ എടുക്കും. ഞാൻ ഒരു ബിസിനസ് മാനാണ്, അഡാപ്റ്റബിളാണ്. എനിക്ക് തോന്നുന്നു സ്മാർട്ടാണ്, പുള്ളിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അഡാപ്റ്റബിളാണ്. എന്നാൽ റാങ്ക് ഹോൾഡറൊന്നും അല്ല, ഞാൻ എടുക്കും. എൻ്റെ ലാസ്റ്റ് മന്തിലുള്ള ഇൻ്റർവ്യൂവിലും ഞാൻ അതാണ് നോക്കുന്നൊരു മെയിൻ ഫാക്ടറാണ്. സോ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ടൈപ്പ് FL ഇൻ ദ ചാറ്റ് ബോക്സ്. FL മീൻസ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഏത് സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും നമുക്ക് അവിടെ നിന്ന് ഉയരാൻ പറ്റണം. അല്ലാതെ വെള്ളം പോലെ ഇരിക്കണം. ബ്രൂസ്ലി പറയുന്നില്ല, ബി ലൈക്ക് എ വാട്ടർ. ബ്രൂസ്ലി പറയുന്നു. മരം പോലെ ആയിരുന്നു കഴിഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ ഓടിയും. വെള്ളം പോലെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ കൊണ്ടിട്ടാലും നമ്മളൊരു ഗ്ലാസ്സിലൊഴിച്ചാൽ ഗ്ലാസിൻ്റെ ഷേപ്പ് ഇല്ലേ, ഒരു സ്ക്വയർ ഷേപ്പിൽ സ്ക്വയറിന് അതിൻ്റെ ഷേപ്പ്, കുപ്പിയിലൊഴിച്ചാൽ കുപ്പി പോലെ. എങ്ങനെയാണെങ്കിലും ഇറ്റ് ഇസ് അഡാപ്റ്റബിൾ. സോ ബി ഫ്ലെക്സിബിൾ ആൻഡ് ഓപ്പൺ ടു ചേഞ്ച് ആൻഡ് ന്യൂ എക്സ്പീരിയൻസസ്. ഇഫ് യു ക്യാൻ അഡോപ്റ്റ് ദിസ് ക്വാളിറ്റി, ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. നിങ്ങൾക്ക് ഈ ഒരു കഴിവ് നിങ്ങൾ വികസിപ്പിച്ചെടുക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരില്ല. ഫാമിലി ലൈഫിലും വരില്ല, ഒഫീഷ്യലിലും വരില്ല, ബിസിനസ്സിനും വരില്ല, ഒന്നിലും വരില്ല. അഡാപ്റ്റബിൾ ആണെങ്കിൽ. എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് സ്റ്റാഫുകൾ വന്നുപോയി. പക്ഷേ കുറച്ച് പേര് മാത്രം കാലക്രമേണ ഹെഡ്മാരായി മാറി. അവർ ഏറ്റവും അഡാപ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാഫാണ്. ഏറ്റവും ഫ്ലെക്സിബിളായിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്നവരാണ്. അല്ലാത്തൊരു എൻ്റെ എക്സിക്യൂട്ടീവായിസോ ചിലപ്പോൾ പിരിഞ്ഞു പോവുകയോ അങ്ങനെ പോയി. പക്ഷേ ഏറ്റവും ആയവർ അത് പല സ്റ്റാഫുകൾ 5000-ൽ നിന്ന് 80,000 85,000-ലോട്ടൊക്കെ പ്രതിമാസം സാലറി മേടിക്കുന്ന ലെവലോട്ട്. അപ്പം ഇവരുടെ യാത്രയൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഇവർ അഡാപ്റ്റബിളാണ്. പ്രശ്നമാണോ? ഇതേ ഞാൻ ചെയ്യൂ, അല്ലെങ്കിൽ എനിക്കിത് അറിഞ്ഞൂടെ, ഇതെൻ്റെ ജോലിയല്ല, ഇതിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നുള്ള പറയുന്ന ആൾക്കാർ നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കേണ്ട, അദ്ദേഹം അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറയുമ്പോഴേ നമ്മൾ അവരെ മാറ്റുവാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വർക്ക് ചെയ്യണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ അഡാപ്റ്റബിൾ ആയിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി വെരി ഇഫക്റ്റീവ് ഫോർ യുവർ ലൈഫ്. ഇത് ക്ലിയർ ആയെങ്കിൽ സി ടൈപ്പ് ചെയ്യുക. ഓക്കെ, 8ാമത്തെ പോയിന്റ് സിമ്പിൾ പോയിൻ്റാണ്, റെസ്പെക്റ്റ്. റെസ്പെക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. ട്രീറ്റ് എവരി വൺ വിത്ത് റെസ്പെക്റ്റ് റിഗാർഡ്ലെസ് ഓഫ് ദിയർ സ്റ്റാറ്റസ് ആൻഡ് റോൾ. നമ്മൾ ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടർ അറിയണമെങ്കിൽ, ഓക്കെ, ഒരു വ്യക്തി അവൻ കാറിൽ വരെയും കോട്ടയുടെയും അവൻ എന്തായിക്കോട്ടെ, അവൻ്റെ യഥാർത്ഥ ക്യാരക്ടർ അറിയണമെങ്കിൽ അവൻ എങ്ങനെ ഒരു വാച്ച്മാൻ്റോടെ പെരുമാറുന്നു, അവൻ എങ്ങനെ ഒരു വെയിറ്ററിനോട് പെരുമാറുന്നു, അവൻ എങ്ങനെ ഒരു പ്യൂണിനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതി. അവൻ്റെ ടോൺ മാറുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ യഥാർത്ഥ നേച്ചർ അവിടെ വരും. എത്ര പേര് ട്രൂ എന്ന് പറയും? താങ്ക് യു സിബിന. ടൈപ്പ് ട്രൂ ഇൻ ദ ചാറ്റ് ബോക്സ്. അല്ലാതെ നമ്മളുടെ അടുത്ത് കാണിക്കണമെന്നും അല്ല. അതാണ് അവൻ്റെ ഇന്നർ കോർ. ഓക്കെ, അപ്പം നമുക്ക് ആ നമ്മളെ പോസ്റ്റിൽ താഴെയുള്ള ആളോ, വരുമാനം കുറവുള്ള ആളോ, ഒരു പാവപ്പെട്ടവനോ, സഫർ ചെയ്യുന്ന ആളോ, അവരോട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അവരോട് നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് തിങ്. യെസ്, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒറ്റ വാചകത്തിൽ നിന്ന് തന്നെ അത് പിടികിട്ടി എന്താണ് സംഭവം എന്നുള്ളത്. അത് വിന്നിങ് പേഴ്സണാലിറ്റിയുടെ രഹസ്യമാണ്. അടുത്ത മൈൻഡ്ഫുൾനെസ്. ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ ഞാൻ മൈൻഡ്ഫുൾ ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയത്. എസ്കേപ്പ് അല്ലെങ്കിൽ അതിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റിയത്. എൻ്റെ മനസ്സവിടെ എൻ്റെ കൈവിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ നാണം കെട്ട് സോറി സാർ, ലേറ്റായി പോയി സാർ എന്ന് പറഞ്ഞ് വന്ന് നിൽക്കേണ്ട വന്നേനെ. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൻ്റെ എന്താ പറയുക, പ്രസൻസ്, മനസാന്നിധ്യം വിട്ടില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിലും ആക്ഷനിലും വേണം. എപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് ഞാൻ പറയുന്നില്ല, ചില സമയത്ത് നമ്മൾ വിട്ടുപോകണം. എങ്കിലും അത് കുറയ്ക്കുക. അത് കുറയ്ക്കാൻ പറ്റുന്നത് നമ്മൾ മെഡിറ്റേഷൻ പരിശീലിക്കുമ്പോൾ. നിങ്ങൾ എല്ലാ ദിവസവും മെഡിറ്റേഷൻ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ്.
മെഡിറ്റേഷൻ പരിശീലിക്കുക, എഴുതുക, അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതുക, വൈകുന്നേരം ഡയറി എഴുതുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം നമ്മൾ ആത്മപരിശോധന നടത്താനുള്ള സമയവും ഇത് കിട്ടും. അത് നിങ്ങളുടെ ലൈഫിനെ ഗ്രാജുവലി മാറ്റിമറിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 9th പോയിന്റ്. 10th പോയിന്റ് ഈസ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ്, ഇന്ന് ഞാനൊരു ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂ എടുത്ത് അതിൽ രഞ്ജു കൃഷ്ണൻ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞാണ്, നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് നമുക്ക് ബാംഗ്ലൂരിൽ പോകാനാണ് ആവശ്യമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബാംഗ്ലൂരിൻ്റെ ബസ്സോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനോ കയറി ബാംഗ്ലൂരിലെത്തും. ചെന്നൈയിൽ പോകാനാണ് ആവശ്യമാണെങ്കിൽ നമ്മൾ ചെന്നൈയിലെത്തും. അതുകൊണ്ടല്ലേ നമ്മൾ എത്തുന്നത്. നമുക്ക് എങ്ങോട്ട് പോകാനാണെന്ന് അറിഞ്ഞുകൂടാത്തവൻ ബസ് സ്റ്റോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും എത്തുമോ? യെസ് ഓർ നോ? അവൻ ഒരിടത്തും എത്തൂല. ആ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഗോളില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കുന്ന, സാറേ എന്ത് ഞാൻ രക്ഷപ്പെടുന്നില്ല, എന്തെൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല, എനിക്കെന്തുകൊണ്ട് ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല? എന്താണ് നിങ്ങൾ ഈ ഉയർച്ച എന്ന് വിചാരിക്കുന്നത്? ആ ഉയർച്ച എന്ന് വിചാരിക്കാത്ത കാര്യം എന്താണെന്നുള്ളത് ക്ലാരിറ്റി കൊടുക്കും മനസ്സിൽ. ക്ലിയർ റോഡ് മാപ്പ്. യെസ്, കറക്റ്റ് ഒരു ഗോളാണ്. നമുക്കിതാണ് വേണ്ടത്, 5 വർഷം കൊണ്ട് ഇതാണ് വേണ്ടത്. ഇപ്പം എൻ്റെ ഇതിനകത്ത് മൈൻഡ് സ്റ്റുഡൻസിനോടായാലും ഡിജിറ്റൽ സ്റ്റുഡൻസിനായാലും ഇംഗ്ലീഷിൻ്റെ സ്റ്റുഡൻസിനായാലും കറക്റ്റ് ഞാനൊരു ഗോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 മാസം കൊണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് വേണമെങ്കിൽ 3 മാസം കൊണ്ട് അരമണിക്കൂർ ഞാൻ എന്ത് ചോദിച്ചാലും എന്നോട് പറയാൻ പറ്റണം. ഇൻ്റർവ്യൂ ഞാൻ ചെയ്യും നിങ്ങളെ. അതാണ് നിങ്ങളുടെ ഗോള്. നിങ്ങളൊരു 8 മാസം കൊണ്ട് സ്റ്റേജിൽ കയറി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം. ഈ ഗോള് കൊടുക്കുന്ന എളുപ്പമാണ്. കഴിഞ്ഞ നമ്മുടെ പ്രോഗ്രാമിൽ 2 പേര് ഇംഗ്ലീഷ് സ്റ്റേജിൽ സംസാരിച്ചു. അഭിമാന നിമിഷങ്ങൾ. ആ ഗോള് ഞാൻ അവർ കൊടുത്തില്ലായിരുന്നെങ്കിലോ? എന്തിനോ പഠിപ്പിക്കുന്ന കുറച്ച് വീഡിയോ അയച്ചു കൊടുത്തിട്ട് നമ്മൾ അവരെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത്. ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ഡിജിറ്റൽ, അവർക്ക് നിങ്ങൾ ഈ ഒരു 6 മാസം കൊണ്ട് 1 ലക്ഷം രൂപയെങ്കിലും ആദ്യം അച്ചീവ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് 1 കോടിയിലോട്ട് പോകാനുള്ള മാർഗ്ഗം പറഞ്ഞുതരാം. സെറ്റായിട്ട് നമ്മൾ ഒരു കറക്റ്റ് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഷീല മേഡമാണോ ഇംഗ്ലീഷ് സംസാരിച്ച ആൾ. യൂട്യൂബിൽ നിന്ന് നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ റിസൾട്ട്സ്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, മൈൻഡിൻ്റെ കാര്യം, നിങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ 3 മാസം കൊണ്ട് എങ്ങനെ മാറ്റാമെന്നുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം എളുപ്പമാണ്. സോ സെറ്റിംഗ് എ ഗോൾ ഈസ് ക്രിട്ടിക്കൽ ഇൻ യുവർ വിന്നിങ് പേഴ്സണാലിറ്റി. നിങ്ങൾക്കൊരു ഗോൾ വേണം. എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട് ഗോൾ ഇല്ലാത്തവർ? ഇന്ന് തന്നെ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഗോൾ എന്താണെന്നുള്ളത്. 11ാമത് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ടൈമാണ് നമ്മുടെ ആയുസ്. ടൈമാണ് മണി എന്ന് ഞാൻ പറയില്ല. ടൈം മണി എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യണ ടൈമിന് പൈസ കിട്ടും, അതല്ല കോൺസെപ്റ്റ്. ടൈം നമ്മുടെ ആയുസ്സാണ്. വേറൊരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഫ്രിഡ്ജാണോ വാഷിംഗ് മെഷീനാണോ, അതോ അവരോടൊപ്പം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഫോൺ യൂസ് ചെയ്യാതെ ചിലവഴിക്കാൻ പറ്റുന്നതാണോ? 1 or 2 or 3. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ടൈം. ആ ടൈം കൊടുക്കും. യെസ്. അടുത്ത 12ാമത്തെ പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്. നമ്മളിതെല്ലാം പഠിച്ചെങ്കിലും ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശീലിക്കുകയും ലൈഫ് ടൈം ഒരു ലേണറായിരിക്കുകയും ചെയ്താൽ മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ വർഷവും, കഴിഞ്ഞ വർഷവും ഞാൻ ലക്ഷക്കണക്കിന് രൂപ ട്രെയിനിങ് കൊടുത്തു. ഈ വർഷം ഇപ്പോൾ ഇന്ന് വരെ ഞാനൊരു 15 ലക്ഷം രൂപയോളം ഈ ജൂൺ 18-ാം തീയതി വരുമ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഉയരാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നത്, അത് നമ്മൾ പതനം തുടങ്ങുവാണ്. നിങ്ങൾക്ക് അറിയാം എന്ന് നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണണം. മനസ്സിലായോ? നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം എന്ന് കാണുന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കാണിക്കൂ. അതിൽ കുറച്ച് കോടികൾ കാണിച്ചു തരൂ. എങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ സമ്മതിക്കാം. ഹെൽത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ എന്നോട് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് സത്യം. അറിഞ്ഞുകൂടാ. അറിയാമെങ്കിൽ എൻ്റെ വയർ എനിക്കിവിടെ കാണത്തില്ല. അത് കുടവയറിഞ്ഞ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഫാമിലി മാനേജ് ചെയ്യാൻ അറിയാം. നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് വഴക്ക് വരുന്നു, അല്ലെങ്കിൽ വഴക്ക് ചെറിയ സൗന്ദര്യ പിണക്കമല്ല പറയുന്നത്, ഇത്രയും പ്രോബ്ലംസ് എന്ത് വരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തുകൊണ്ട് വരുന്നു. അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് റിസൾട്ടിൽ കാണണം.
ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യു ഡോണ്ട് നോ. സോ കീപ് ലേണിംഗ്. ഓക്കെ, ഓൾവേസ് കീപ് ലേണിംഗ്. സോ ഗീവ് മീ വൺ വേർഡ് ഫീഡ്ബാക്ക് ഫോർ അവർ ദിസ് സെഷൻ. നമ്മൾ 3 സെഷൻസും ഇന്ന് 3 പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? എന്താണ് 1 വേർഡോ 1 സെൻറ്റൻസോ ഫീഡ്ബാക്ക് പറയാം. വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സൈജു സൂപ്പർ, ഗ്രേറ്റ്, ഔസം, വണ്ടർഫുൾ, ഫെൻഡാബുലസ് സാർ, വെരി ഗുഡ്. റജിക്ക് അറിയാമോ? വളരെ ഉപകാരപ്പെട്ടു. ക്യാൻ ഷോ സ്ക്രീൻ വൺസ് അഗെയിൻ. ഷുവർ. അതിൻ്റെ റെക്കോർഡിങ് കിടപ്പുണ്ടല്ലോ, യൂട്യൂബിനകത്തുണ്ട്. സ്ട്രീം ഇന്ന് കാണും. വളരെ നല്ല അഭിപ്രായം സാർ. ലാസ്റ്റ് പോയിൻ്റ് എന്താ? ലാസ്റ്റ് പോയിൻ്റ് കണ്ടിന്യൂസ് ലേണർ പറയാൻ വാക്കുകളില്ല സാർ. ഇറ്റ് സിമ്പിൾ സാർ. സലാഹുദ്ദീൻ ഉണ്ടല്ലോ അവിടെ. സലാഹുദ്ദീൻ അറിയില്ല എന്താ പറഞ്ഞത്. ഐ വിൽ പ്രാക്ടീസ്. വെരി ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ. മോർ വാല്യുബിൾ. നോ വേർഡ്സ് ടു സേ. സോ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. സോ ഹാവ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ അടുത്ത ഫ്രീ ക്ലാസ്സിൽ ലൈവിൽ എത്ര പേരുണ്ടാവും ഇതുപോലെ? അടുത്ത നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഫ്രീ ക്ലാസ്സിൻ്റെ ഒരു സീരീസാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, നമ്മുടെ ഏതെങ്കിലും മെമ്പർഷിപ്പിലൊക്കെ ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഡിജിറ്റലോ മൈൻഡോ ഇംഗ്ലീഷ് ചേർന്ന് ആഗ്രഹിക്കുന്നവർ കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഒരു ഡീറ്റെയിൽസ് തരും. അടുത്തത് നമുക്കിനി അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നുള്ള ഫ്രീ ക്ലാസ്സിന് വരാൻ പോകുന്നു. വെയിറ്റ് ചെയ്യുക. വി വിൽ മീറ്റ് ഇൻ ദാറ്റ് ഫ്രീ ക്ലാസ്. താങ്ക് യു സോ മച്ച്. Thank you all the team for hosting this. Thank you my parents for giving birth. Thank you my mentors for the knowledge. Thank you my family for the support.